യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പം ഭരിക്കുന്നത് പിണറായി വിജയനാണെന്ന് വിചാരിക്കുക. ഇപ്പോ എന്തോ കഷ്ടകാലത്തിന് 3ാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയെന്ന് വിചാരിക്കുക. വിചാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, നിങ്ങൾ വിചാരിക്കുന്നേ, ചുമ്മാ വിചാരിക്കുക. അതായത് ഇപ്പം പിണറായി വിജയന്റെ 3ാം ഭരണകാലം നല്ല 102 സീറ്റുകളുമായി LDF അധികാരത്തിലേറുന്നു. പിണറായി വിജയൻ പിന്നെയും മുഖ്യമന്ത്രിയാകുന്നു. അപ്പോഴാണ് ഇതേപോലെ ഈ MSC കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്പനി അദാനിയുടെ 49% ഷെയർ വാങ്ങുന്നു. ഇവരിവിടെ കൊണ്ടാടില്ലേ? MSC കാരനെ വിളിച്ച് ഇവിടെ മറ്റേ കട്ടൻ ചായയും പരിപ്പോടും കൊടുക്കില്ലേ? AKG സെന്ററിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ പറയുന്ന MSCയുടെ ഡയറക്ടർമാർക്ക് ഇവരെന്ത് ചെയ്യും? ഇവർ കട്ടൻ ചായയും പരിപ്പോടും കൊടുക്കും. ഇവരെ കൊണ്ടാടും. കാരണം ഇതാ കേരളത്തിലേക്ക് എത്രയാണ്? 13,000 കോടിയല്ലേ? 13,000 കോടിയുടെ നിക്ഷേപം വരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപം. ഞങ്ങളുടെ അദാനി, ഞങ്ങളുടെ പാർട്ട്ണറായ അദാനി ഇതാ 49% നിക്ഷേപം ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് ഇവരിവിടെ അർമാദിച്ച് നടക്കില്ലേ? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ് ഭരിക്കുന്നതെങ്കിൽ അവരുടെ ഭരണത്തിന്റെ മികവായിട്ട്, അവരുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ മികവായിട്ട് കൊണ്ടാടപ്പെടുമായിരുന്നൊരു കാര്യമാണ് ഇപ്പൊ ഇവർ പറയുന്നത് ഇതെന്തോ വലിയ അപകടമാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മറ്റെല്ലാ ആൾക്കാരും മറ്റെല്ലാ അന്തംഗമികളും പിണറായി വിജയൻ പറയുന്ന പോലെ പറയുകയാണ്. അപ്പൊ അതായത് ഇന്നത്തെ പത്രത്തിൽ പിണറായി പറയുന്ന വിഡ്ഢിത്തങ്ങൾ നമുക്ക് നോക്കാം. അതായത് സർക്കാർ നിലപാട് വ്യക്തമാക്കണം. അത് VD സതീശൻ നിലപാട് വ്യക്തമാക്കണം. അത്രേ എന്ത് കാര്യത്തില്? സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഓഹരി വിൽക്കുന്നത് കരാറിന്റെ ലംഘനം. എന്താണ്? സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഓഹരി വിൽക്കുന്നത് കരാറിന്റെ ലംഘനം. ശരിയാണ്. അതിലിപ്പോ എന്താ സംഭവിച്ചതെന്ന്? അതായത് ഈ കരാറിൽ, അതായത് ഈ സംസ്ഥാനവും അദാനിയും തമ്മിലുള്ള കരാറിലെ ഒരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് 25% കൂടുതൽ ഓഹരികൾ ആരുടേത്? അദാനിയുടേത്. അദാനിയുടെ 25% കൂടുതൽ ഓഹരികൾ മറ്റേതെങ്കിലും കമ്പനിക്ക് വിൽക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങിയിരിക്കണം. സംസ്ഥാന സർക്കാർ അനുമതി കൊടുക്കണം. ഇവിടെ അനുമതി പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇവിടെ അതേ സംഭവിച്ചിട്ടുള്ളൂന്നേ. ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഇവർ ആദ്യം തന്നെ സെബിയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് അദാനി ആദ്യം തന്നെ അപേക്ഷിച്ചു. അതായത് ഈ MSC കമ്പനി കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലാന്നേ. MSC കമ്പനിയും അദാനിയും തമ്മിലുള്ള ഒരു ധാരണയാണായത്. ഈ ധാരണ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം രാവിലെയാണ് ധാരണ ഉണ്ടാവുകയില്ല. ഇവരുടെയൊക്കെ വർത്താനം കണ്ടായിരിക്കും സതീശൻ മുഖ്യമന്ത്രിയായ ഉടനെയാണ് MSC കമ്പനി ചാടി പിടിച്ചു വന്നത്. ഇവിടെ പിണറായി പോയി, സതീശനാണ്, നമുക്ക് എന്തും ചെയ്യാം. നമ്മളെ അദാനിനോട് പറഞ്ഞത് ഞങ്ങൾ ഒരു 49% ഷെയർ ഞങ്ങൾക്ക് വേണട്ടോ, അതിനെത്ര തരേണ്ടത്? അപ്പൊ അദാനി പറഞ്ഞതാ ഞങ്ങൾക്ക് വേണ്ടത് ഈ 13,000 കോടിയാണ്. ശരി, ഇതാ പിടിച്ചോ, 13,000 കോടി ആണ്ട് കൊടുത്ത് ആണ്ട് ഒപ്പിട്ടു. ഇതൊന്നും സംഭവിച്ചിട്ടില്ലാന്നേ. ഇതൊരു ഒരു ധാരണയിലായിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പല കടമ്പകളുണ്ട്. അതിലെ ഒരു കടമ്പയാണ് സെബിയുടെ അംഗീകാരം വേണം. സെബിയുടെ അംഗീകാരത്തിനാണ് ഇവർ അപേക്ഷിക്കുന്നു. അദാനി കമ്പനി പറയുന്നത് ആദ്യം സെബിയുടെ അംഗീകാരം വാങ്ങണം, എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് സംസ്ഥാന സർക്കാരിനോട് ഈ കാര്യം സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ പറയുന്ന അനുമതി കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടണം. അങ്ങനെ പല വിധത്തിലുള്ള സ്റ്റെപ്പുകളുണ്ട് ഈ പറയുന്ന ഒരു 49% ഈ ഓഹരികള് MSC കമ്പനിക്ക് കൊടുക്കാൻ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അദാനി ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളല്ലല്ലോ. ഇതേ തരത്തിലുള്ള MSC കമ്പനിയുമായി ഇവരുടെ ഈ രീതിയിലുള്ള സൗഹൃദ ബിസിനസ് പങ്കാളിത്തം ഇന്ത്യയിലെ പല തുറമുഖങ്ങളിലുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശങ്ങളിൽ ഉൾപ്പെടെ പല തുറമുഖങ്ങളിലുണ്ട്. ഇത് ആദ്യമായിട്ടല്ല MSC കമ്പനിയെ അദാനിയുമായി കൂട്ടിച്ചേരുന്നത്. ഈ വിഴിഞ്ഞം പദ്ധതിയെ ഏറ്റവും ഫലപ്രദമായി നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഭാവിയിൽ വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതി. ഇനി ആ കാലം വരെ കാത്തിരുന്നില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ തുറമുഖം അതിന്റെ ലാഭം മുഴുവൻ അദാനിക്ക് എടുക്കാം എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്കൊക്കെ ശരി തന്നെ. പക്ഷെ ഇതിന്റെ അനുബന്ധമായ എന്തൊക്കെ കാര്യങ്ങൾ, ഇതിന്റെ അനുബന്ധമായ ഒരു തുറമുഖം വികസിക്കുമ്പോൾ ആ തുറമുഖ നടത്തിപ്പുകാർക്ക് മാത്രമല്ല അതിന്റെ ലാഭം കിട്ടുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തിക്കുമ്പോൾ വരുന്ന 40 വർഷത്തേക്ക് അതിന്റെ ലാഭവിഹിതം മുഴുവൻ അദാനിക്കാണ്. അതാണ് ഈ കരാറിലുള്ളത്. പക്ഷേ ഈ തുറമുഖം വരുന്നതോട് കൂടിയിട്ട് നാടാകെ വികസിക്കുകയാണ്. നാട്ടിലാകെ വികസന പ്രവർത്തനങ്ങൾ, നാട്ടിലെ ആകെ സാമ്പത്തിക അവസ്ഥ ആകെ മാറും. ഇവിടുത്തെ ഗതാഗത സംവിധാനം, ഇവിടുത്തെ മറ്റ് വ്യവസായങ്ങൾ, മറ്റ് കയറ്റുമതികൾ, ഇറക്കുമതികൾ
ആകെ എന്താ പറയാ നമ്മുടെ നാട് ആകെ മാറുകയാണ്. ഇതുകൊണ്ടുള്ള ഗുണഫലം, ഇതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടം ഒക്കെ സർക്കാരിനും ഇവിടുത്തെ ജനങ്ങൾക്കുമാണ്. അതല്ലാതെ വെറും ഈ പോർട്ട് നടത്തിപ്പിന്റെ ലാഭം മാത്രമല്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ പറയുന്ന അദാനിയുടെ കമ്പനിയിൽ നിന്ന് 49% ഷെയർ എംബസി വാങ്ങുക എന്നുള്ളത് ഇതിൽ പ്രത്യേകിച്ച് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് വളരെ വളരെ നോർമലായിട്ട് ആ കരാറിലുള്ളതാണെന്നേ. ആ കരാറിലുള്ളതാണ്. 49% ഷെയർ മറ്റേത് കമ്പനിക്കും കൊടുക്കാം. ഒറ്റ വ്യവസ്ഥയുള്ളൂ. അതിന് സംസ്ഥാന സർക്കാരിന്റെ ഒരു NOC വേണം, അവരുടെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇത് പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല. ഇത് ബുധനാഴ്ച നിയമസഭയിൽ ചോദിച്ചപ്പം സതീശൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. സതീശൻ സ്വാഭാവികമായിട്ടും അറിഞ്ഞിട്ടില്ല. കാരണം കത്ത് കൊടുക്കുന്ന അന്ന് വൈകിട്ടാണ് ബുധനാഴ്ച വൈകിട്ടാണ് കത്ത് കൊടുക്കുന്നത് ഈ അദാനി കമ്പനി സർക്കാരിന്. എന്ന് പറഞ്ഞാൽ ഈ പോർട്ട് സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നത്, ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു ധാരണയായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള അനുമതി തരണം. അന്ന് രാവിലെയോ ഉച്ചക്കോ സതീശൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. സ്വാഭാവികം, ശരിയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സതീശൻ അറിഞ്ഞു. ഇനിയിപ്പോ സതീശൻ അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് സതീശൻ കടന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി അവര് ഇത് ചർച്ച ചെയ്തിട്ട് അത് ഏത് രീതിയിലാണ് ഇതിന് ക്ലിയറൻസ് കൊടുക്കേണ്ടത്. അദാനി ഇങ്ങനെ പ്രത്യേക സമയപരിധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഇത് കൂടിയാലോചിച്ചിട്ട് ഇതിനുള്ള NOC കൊടുക്കും. സംസ്ഥാന സർക്കാർ കൊടുക്കണം. സംസ്ഥാന സർക്കാർ മാത്രമല്ല കേന്ദ്രം കൊടുക്കണം. സെബി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇതിൻ്റെതായ രീതിയിലാണ് അദാനി കൊണ്ടുവരുന്നത്. പക്ഷെ ഇവരുടെ CPM-കാരുടെ വാദം കേട്ടാൽ ഇന്നലെയൊക്കെ ഏത് ചാനലാണ്, മാതൃഭൂമി ചാനലിലൊക്കെ നമ്മുടെ അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന് പറയുന്ന ഇവരുടെ ഒരു ന്യായീകരണ തൊഴിലാളി ഉണ്ടല്ലോ, കോട്ടയത്ത് മത്സരിച്ചിട്ട് തോറ്റ് തൊപ്പിയിട്ട ആള്, ഇയാളൊക്കെ വന്ന് ഇരുന്നിട്ട് പറയുന്ന വിഡ്ഢിത്തങ്ങൾ കേട്ടാലേ ഇയാളുടെയൊക്കെ വിചാരം നാട്ടിലെ ആൾക്കാർക്ക് ഒന്നും അറിയില്ല, ഇയാൾ പറഞ്ഞിട്ടേ അറിയുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു മൂത്താപ്പയാണ് പിണറായി വിജയൻ. അപ്പൊ പിണറായി വിജയൻ പറയുന്നത് വിൽപ്പന അനുവദിക്കില്ലതാണ്. ഒരു വിൽപ്പന ഇവിടെ നടന്നിട്ടില്ല. ഞാൻ വാർത്ത നമുക്ക് നോക്കാം. ഇതിന്റെ പൊള്ളത്തരം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന താൽപര്യങ്ങൾ സ്വകാര്യ കമ്പനിക്ക് അടിയറ വയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിണറായി വിജയനാണ് ഈ കരാറിൽ ഒപ്പിട്ടത്, അല്ലേ? ഉമ്മൻചാണ്ടിക്ക് ശേഷം ഈ കരാറിലും അനുബന്ധ കരാറിലൊക്കെ ഒപ്പിട്ടിട്ട് ഈ പദ്ധതിയെ അതിന്റെ ഉദ്ഘാടനത്തിലൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയാലോ. പിണറായി വിജയന്റെ കുടുംബം മുഴുവൻ പങ്കെടുത്ത ആ ഉദ്ഘാടന മഹാമഹം, അത് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ എല്ലാ നടപടിക്രമങ്ങളും പിണറായി വിജയന്റെ അനുഗ്രഹ ആശിസുകളോടെയായിരുന്നു. എന്നിട്ട് ഇപ്പം പറയാണല്ലോ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന താൽപര്യങ്ങൾ സ്വകാര്യ കമ്പനിക്ക് അടിയറ വെക്കുന്നത്. ഇത് അദാനിക്ക് എഴുതി കൊടുത്തടോ. ഇതിന്റെ നടത്തിപ്പ് വരുന്ന 40 കൊല്ലത്തേക്ക് അദാനിക്ക് 40 കൊല്ലം, പിന്നെ ഒരു പ്ലസ് 20 കൊല്ലം വേണമെങ്കിൽ, അങ്ങനെ 60 കൊല്ലത്തേക്ക് അദാനിക്ക് തീരെഴുതി കൊടുത്തതാണ്. ഇപ്പം CPM-മാര് പറയുന്നത് ഇത് ഉമ്മൻചാണ്ടിയാണ് എഴുതി കൊടുത്തതാണ്. ഉമ്മൻചാണ്ടി എഴുതി കൊടുത്തിരിക്കുകയാണെങ്കിലും പിന്നീട് വന്ന സർക്കാരിന് അതിന്റെ മേലെ വേണമെങ്കിൽ ആ പദ്ധതി അവിടെ സ്റ്റോപ്പ് ചെയ്യാലോ. അപ്പൊ ഇവര് സ്റ്റോപ്പ് ചെയ്യാതെ ഇതിന്റെ തുടർ നടപടിയിലേക്ക് ഇവർ കടന്നു എന്ന് പറഞ്ഞാൽ ഒരു തുറമുഖ പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ ഇവന്റെ വിചാരം ഇവിടുത്തെ ഈ എന്താ പറയാ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലെ സംസ്ഥാന സർക്കാരിന് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു പോർട്ട് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റേതായ പ്രാഗൽഭ്യം വേണം. അദാനിയാണ് ഇതിന്റെ എന്താ പറയാ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പോർട്ട് നടത്തുന്നതാണ് അദാനി. അതുകൊണ്ടാണ് അദാനിക്ക് കൊടുത്തത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും ഒരു കുതിപ്പ്. ഇപ്പൊ പറയുന്നത് അദാനിക്ക് അദാനി ഉണ്ടാക്കിയ ലാഭം, അദാനി പിന്നെ ലാഭം എന്താ പറയാ ലാഭം എടുക്കാനല്ലാതെ ഇങ്ങനെ ഒരു കാര്യത്തിൽ അദാനി ഇറങ്ങിത്തിരിക്കോ? ഇവർക്കൊരു പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? അദാനി എന്താ പറയാ 13,000 കോടി അദാനിക്ക് കിട്ടുമല്ലോ. അദാനി വെറുതെ അല്ലല്ലോ. അദാനിയുടെ 49% ഷെയർ കൊടുക്കുകയാണ്. ഷെയർ കൊടുക്കുമ്പോൾ അതിന്റെ മൂല്യം അദാനിക്ക് കിട്ടും. ആ തുക എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത രണ്ടാം ഘട്ടം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ തുക ചെലവാക്കുന്നത്. എന്നിട്ട് പറയുന്നു ഇത് അംഗീകരിക്കാനാവില്ലെന്ന്. ഇതെങ്ങനെ അംഗീകരിക്കാതിരിക്കാനാവുകയെന്ന്? ഇതൊക്കെ വ്യക്തമായി കരാറിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഇത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. 49% ഷെയർ MSC കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇതിനെ പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഇന്നത്തെ ചർച്ചയിലൊക്കെ ചോദിച്ചു VD സതീശൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? VD സതീശൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാനിത് അറിഞ്ഞില്ല. കാരണം വൈകുന്നേരമാണ് കത്ത് കിട്ടിയത്. അപ്പൊ ഉച്ചക്ക് VD സതീശൻ അറിയില്ല, വൈകുന്നേരം VD സതീശൻ അറിഞ്ഞു. അതിന്റെ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് VD സതീശൻ കടന്നു. ഇതല്ലാതെ VD സതീശന് പ്രത്യേകിച്ച് ഇതിൽ റോളില്ലാന്നേ. ഇവിടെ ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ഈ ഒരു കരാർ അനുസരിച്ച് ഇങ്ങനെ ഒരു 49% ഷെയർ മറ്റൊരു കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് സംസ്ഥാന സർക്കാർ അനുമതി കൊടുക്കണം. അതാണ് ഈ കരാർ വ്യവസ്ഥ. അല്ലാതെ പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് വെറുതെ കണ്ണുപൊടിയിടുകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത എന്താ പറയാ വാദങ്ങൾ ഉന്നയിക്കുകയാണ്.
വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരി അദാനി MSC ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം ദുരൂഹമാണത്രേ. എടോ പിണറായി വിജയ, അതിൽ എന്ത് ദുരൂഹതയാണ് ഉള്ളത്? അങ്ങനെയാണ് നീ പറ. എന്താണ് ഇതിന്റെ ദുരൂഹത? ഒരു ദുരൂഹതയുമില്ല. എന്ത് ദുരൂഹത? നിങ്ങളുടെ പത്രം തന്നെ പറഞ്ഞു 1-ാം തീയതി ഇത് ഞങ്ങളുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് എന്ന സത്യം പറഞ്ഞു. എന്നിട്ട് അവസാനം ആ സത്യം, അതാണ് ആ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി അങ്ങനെ സത്യം പറയാൻ പറ്റൂല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സതീശനെ കുത്താൻ പറ്റൂല. ഓരോ ദിവസവും ഇവര് കാത്തുകൊണ്ടിരിക്കുന്നത് സതീശനെ കുത്തുക. എടോ ഒന്ന് മതിയാക്കടോ. സതീശൻ നിങ്ങൾക്ക് കുത്തി സതീശനെ പുറത്താക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഓരോ കുത്തിന് പകരം 1000 കുത്ത് സതീശന്റെ അടുത്ത് നിന്ന് തിരിച്ചു കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അത് ഇനിയും മനസ്സിലായിട്ടില്ലേ? എല്ലാ ദിവസവും രാവിലെ ഈ അന്തംകമ്മികൾ ആലോചിക്കുന്നത് സതീശൻ എങ്ങനെ കുത്താം. അങ്ങനെ ഇവര് കഷ്ടപ്പെട്ട് പാരയേറ്റ് വരും സതീശനെ കുത്താൻ. സതീശൻ ആ പാറ എടുത്ത് ഒളിച്ച് മടക്കി അങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഒരു 10,000 പാറ അങ്ങോട്ടേക്ക് കണ്ടു കൊടുക്കും. തീർന്ന്. അതോടുകൂടി അന്നത്തേക്കുള്ള വയറ് നിറഞ്ഞു പോകാം. വെറുതെ ഒരു ആവശ്യവുമില്ല. അത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യം വേണം. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ ശരിതെറ്റുകൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ. വി ഡി സതീശനൊക്കെ സംസാരിച്ച് കേട്ടില്ലേ? ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, വി ഡി സതീശന്റെ ഇന്നോളമുള്ള പ്രസംഗങ്ങള് കുത്തിയിരുന്ന് കേൾക്കണം പിണറായി വിജയൻ. വീണ്ടും പലവട്ടം കേൾക്കണം. ഈ KN ബാലഗോപാൽ കേൾക്കണം. എല്ലാ അന്തകമ്മികൾ കേൾക്കണം. പലവട്ടം കേൾക്കണം. എന്നാൽ നിങ്ങൾക്ക് ബോധ്യം വരുള്ളൂ. ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ബോധവും വിവരം വേണം. ഇവിടെ എത്ര പോർട്ടിന്റെ മന്ത്രിമാരുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു അഹമ്മദ് ദേവർകോവിൽ അല്ലേ? ദേവർകോവിലും പറഞ്ഞിട്ട് ഇതിലാകെ അഴിമതി അല്ലെങ്കിൽ ഇത് കുത്തക. എടോ അദാനി കുത്തകയല്ലടോ. ഇവർക്ക് അദാനി കുത്തകയല്ല, വേറൊരു MSC വന്നപ്പോ MSC കുത്തക. നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ഈ ലോജിക്കൊന്നും ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടാണ് അടുത്ത് പറയുന്നത്, എവിടെയോ എന്തോ സാധാരണ നിലയിൽ അല്ലാത്തത് സംഭവിച്ചു എന്നാണ് കാണേണ്ടത്. ഒന്നിലൊരു ക്ലാരിറ്റി ഇല്ലല്ലോ. പറയുന്നത് എന്താണ്? എവിടെയോ എന്തോ സാധാരണ നിലയിൽ അല്ലാത്തത് സംഭവിച്ചു എന്നാണ് കാണേണ്ടതെന്ന് പിണറായി പറയാണ്. തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് പിണറായി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇനി എന്ത് വ്യക്തതയാ അപ്പൊ വി ഡി സതീശൻ വരുത്തേണ്ടത്? അല്ലെ പിണറായി പറഞ്ഞു കൊടുക്ക്, വി ഡി സതീശ ഇന്ന കാര്യം ചെയ്യും. അതാണ് അല്ലെ? അതായത് MSC 49% ഷെയർ MSC വാങ്ങിയാൽ ഇവിടെ എന്താണ് കുഴപ്പം പറയണ്ടേ? ഇവിടെ എന്താ കുഴപ്പം? ഇനി അഥവാ ഈ കുഴപ്പമാണെങ്കിൽ ഇത് എങ്ങനെ തലയുരം എങ്ങനെ സംസ്ഥാന സർക്കാരിന് ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ മറുപടി പറഞ്ഞില്ല. സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, MSC കമ്പനി ഇവിടെ 40% ഷെയർ വാങ്ങിയാൽ ഇതിലൊരു അപകടവും പറ്റാനില്ലെന്നേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇവിടെ വന്ന 1000 കപ്പലുകളിൽ 5 എണ്ണം ഒഴികെ ബാക്കി മുഴുവൻ MSCയുടെ കപ്പലുകളാണ്. ഈ ലോകത്താകമാനം ഇത്തരത്തിലുള്ള സർവീസ് നടത്തുന്ന കപ്പലുകളിലെ 25%വും MSCയുടേതാണ്. മാത്രമല്ല ഈ കരാറിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, ഇത് ഇത്തരത്തിലുള്ള ഒരു കമ്പനിക്കും മോണോപോളി കൊടുക്കില്ല. ഇനി എത്ര ഷെയർ ഇവിടെ ഉണ്ടെങ്കിലും മറ്റ് കമ്പനികൾ വന്നാൽ, മറ്റ് കമ്പനികളുടെ ഷിപ്പുകൾ വന്നാൽ അവയെ ഇവിടേക്ക് എൻട്രൻസ് ചെയ്യാനുള്ള എല്ലാവിധ അനുവാദവും കൊടുക്കണം. അത് ഈ രേഖയിലൊക്കെ ഉണ്ട്. അതല്ലാതെ MSCയുടെ കപ്പലുകൾ മാത്രമേ വരൂ എന്നൊന്നുമില്ല. ഇനി അങ്ങനെ വന്നാൽ തന്നെ ഇപ്പൊ എന്താന്നേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ഏജൻസിയുടെ കപ്പലുകൾ മാത്രമേ വരൂ എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമല്ലേ? അത്രക്കും ഇവിടെ എന്താ പറയാ, നമ്മുടെ വിഴിഞ്ഞത്തിന്റെ ഒരു പ്രാധാന്യം കൂടുകയല്ലേ ചെയ്യുക. പിന്നെ പറയുന്നത്, അദാനി ഗ്രൂപ്പുമായുള്ള കരാറിലെ ക്ലോസ് 5.3 പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം വേണം. അതാണ് അദാനി കത്തെഴുതി കൊടുത്തത്. അതാണ് സതീശൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സർക്കാർ അറിഞ്ഞില്ലെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എത്ര പ്രാവശ്യം പറയണം? സർക്കാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ബുധനാഴ്ച ഉച്ചക്കാണ്. ബുധനാഴ്ച വൈകുന്നേരമാണ് കത്ത് വരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ സർക്കാർ അറിഞ്ഞില്ലേ? വീണ്ടും പറയണം സർക്കാർ അറിഞ്ഞില്ല, അറിയാത്ത കാര്യം സതീശൻ മൂടി വെച്ചു. എന്തിനാ ഇങ്ങനെ? എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. ഡീലിനെ കുറിച്ച് അദാനി ഗ്രൂപ്പിന്റെ ഔദ്യോഗിക വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിനെ അനൌദ്യോഗികമായി അറിയിച്ചതായാണ് വിവരം. ഓഹരി വിൽപ്പനയ്ക്ക് ജൂൺ 29 കരാർ ഒപ്പിട്ട്. ഒരു കരാർ ഒപ്പിട്ടില്ലെന്നേ ഞാൻ പറഞ്ഞില്ലേ. കരാറായിട്ടില്ല. കരാറിലേക്കുള്ള ധാരണകളാണ് ഈ വമ്പൻ കരാറൊക്കെ. ഒരു ദിവസം പോയി കണ്ടോ ഒപ്പിടലല്ല. ഇതിന്റേതായ ചട്ടവട്ടങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിർവഹിച്ചു വരികയാണ്. അതല്ലാതെ ഇവർ പറയുന്നത് ജൂൺ 29 കരാർ ഒപ്പിട്ടതല്ല. എന്താണ് ഈ കരാറ് എന്നൊന്നും അറിയാത്ത ആൾക്കാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അദാനി കമ്പനിക്ക് ഇത്ര ധൈര്യമായി കാര്യങ്ങൾ നീക്കാനായത്? അദാനി കമ്പനിക്ക് ഇത്ര ധൈര്യമായിട്ട് എന്ത് ധൈര്യക്കുറവ്? അദാനി കമ്പനിക്ക് എന്ത് ധൈര്യക്കുറവാണോ? നിങ്ങളല്ലേ ഒപ്പിട്ട് കൊടുത്തത്? അദാനി കമ്പനിക്ക് അടുത്ത 60 വർഷത്തേക്ക് ഈ പോർട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടത്താം.
15 വർഷം കഴിയുമ്പോൾ ഓരോ ശതമാനം വീതം സംസ്ഥാനത്ത് കിട്ടും. ഈ 60 വർഷം കഴിഞ്ഞിട്ട് അദാനി പോകുമ്പോൾ ഈ പോർട്ട് വേണമെങ്കിൽ അദാനിക്ക് തന്നെ കൊടുത്തുകൊണ്ട് പുതിയ കരാർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും നടത്തിപ്പിക്കാം. എന്തായാലും സംസ്ഥാന സർക്കാർ നടത്തിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു കാര്യവുമില്ലാതെ വെറുതെ വിവാദം അഴിച്ചുവിടുക. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാതെ, അതായത് പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് ഇവർ കൊട്ടിഘോഷിക്കുമായിരുന്ന ഒരു നിക്ഷേപം, ഒരു വിദേശ നിക്ഷേപം, അത് വി.ഡി. സതീശന്റെ കാലത്താണ് വന്നത് എന്നുകൊണ്ട് മാത്രം പറയാണ് അതിലാകെ അപകടം. അത് ഇവർ തമ്മിലുള്ള ഡീലിങ്ങുകള് എന്താ ചെയ്യല്ലേ. ശരി, ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.